ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഹാപ്പിൾ സൈറ്റിൽ LBS MC എൻട്രൻസിന്റെ ക്വിസസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് നോക്കാം. ബ്രൗസറിൽ learn.happil.in എന്ന് സെർച്ച് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. സപ്പോസ് നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഡാഷ്ബോർഡിന് പകരം സൈൻ ഇന്നിന്റെ ഓപ്ഷൻ കാണും. ഇപ്പോൾ ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ലേണിംഗ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ കണ്ടിന്യൂ ലേണിംഗ് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ലേണിംഗിൽ കോഴ്സിന്റെ കണ്ടന്റ് ഒക്കെ ആദ്യം ഉണ്ടാവും. ആൻഡ് അത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ എക്സാംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കോഴ്സ് എക്സാം ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ക്വിസസ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ 2 ആക്റ്റീവ് ക്വിസസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഏത് ടോപ്പിക് ബേസ്ഡ് ആണ് ആ ക്വിസ് വരുന്നത് എന്ന് കാണിക്കും. അത് വായിച്ചിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡ്യൂറേഷൻ, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടോട്ടൽ മാർക്ക്, പാസ് മാർക്ക് ഇതെല്ലാം കാണിക്കും. ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ വൺസ് എക്സാം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഇടയ്ക്ക് പോസ് ചെയ്യാൻ പറ്റൂല. ആൻഡ് ഒരു ടൈം മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഒക്കെ സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ഇത് ഫുൾ സ്ക്രീനിലായിരിക്കും ഈ എക്സാം വരുന്നത്. ആൻഡ് നമുക്ക് ഫുൾ സ്ക്രീനിൽ നിന്ന് എക്സിറ്റ് ആയാൽ എക്സാം എൻഡ് ആവും. സ്വിച്ചിങ് ഒന്നും പറ്റത്തില്ല, ടാബ് സ്വിച്ചിങ് അതൊന്നും ഇതിൽ പറ്റത്തില്ല. ആൻഡ് കോപ്പി പേസ്റ്റ്, റൈറ്റ് ക്ലിക്ക് ഇതെല്ലാം ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചിട്ട് സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്നത് ഇതെല്ലാം കാണിക്കും. അപ്പോൾ മേളിലായിരിക്കും ക്വിസ് വരുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിൽ 4 ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതിൽ ഒരു ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ ആ കറക്റ്റ് ആൻസർ ഏതാണോ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ആൻസർ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ ആ ആൻസർ മാർക്കായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകണമെങ്കിൽ ഈ 1/14 അടുത്തുള്ള ആ ഗ്രീൻ കളർ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കൊരു ഓർഡറിൽ പോകും. ഇപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ക്വസ്റ്റ്യൻസ് വന്നോളും. ഇനി ഈ ടൈമർ ഇപ്പോൾ 37 മിനിറ്റ്സ് ആണ് റിമൈനിങ്. ആ ഒരു ടൈം തീരുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സബ്മിറ്റ് ആവും. അതിന് മുന്നേ നമുക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫ്ലാഗ് ഓപ്ഷൻ ഇല്ലേ, ആ ഫ്ലാഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ റിസൾട്ട് ഇവിടെ വരുന്നതായിരിക്കും. ആൻഡ് ഇതിൽ പാസ് മാർക്കൊക്കെ ഉണ്ട്. ആൻഡ് ഇതിൽ നമ്മളുടെ സ്കോറ്, പിന്നെ നമുക്ക് എത്ര കറക്റ്റ് ആൻസർ ആണ്, എത്ര റോങ് ആൻസർ ആണ്, നമ്മൾ എത്ര ടൈമിൽ കംപ്ലീറ്റ് ചെയ്തു, ഇതെല്ലാം കാണും. ആൻഡ് ഓൾസോ ഇതിൽ റിവ്യൂ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൻസേഴ്സ്, കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ കാണാം. ഇനി ഈ ആൻസറിൻ്റെ PDF ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് അടിച്ചിട്ട് എഗെയിൻ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇവിടെ PDF ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ PDF ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. ഈ എക്സാംസിൻ്റെ കൂടെ തന്നെ ലീഡർ ബോർഡിൻ്റെ ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ടോപ്പ് 5 സ്റ്റുഡൻസിൻ്റെ നെയിമും അവരുടെ പോയിന്റ്സ് ഇതിൽ കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഹാപ്പിളിൽ MCA ക്വിസസ് അറ്റൻഡ് ചെയ്യുന്നത്. താങ്ക്